ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ മെഡിക്കോസ് അല്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ നീറ്റ് ആസ്പിരൻസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രൈസ് കൂടി, ഏറ്റവും വില കൂടി, ഏറ്റവും അടിപൊളിയായിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഇത് ആൻഡ് ഒന്ന് ഇത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ നേടിയെടുത്തു, എങ്ങനെ ഞാൻ ഇതിലോട്ട് എത്തി എന്നതാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. പ്ലസ് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ തരും, നല്ല മോട്ടിവേറ്റിംഗ് ആവുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഈ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, മൈ നീറ്റ് ജേർണി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ സബ്സ്ക്രൈബർ അത് വീണ്ടും ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കാണുക, കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രഗിൾസ് എന്ന് പറയുമ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും, നമുക്ക് എന്താ പറയുക, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. നമുക്കതില്ലാതെ നമുക്കൊരു സ്ഥലത്തും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങിയാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇനി വരുന്ന നീറ്റ് ആസ്പിരൻസ് ആണെങ്കിലും ഇപ്പോൾ MBBSലോട്ട് കയറുന്നവരാണെങ്കിലും അവരുടെയൊക്കെ എനിക്ക് എടുത്ത് ഇതാണ് പറയാനുള്ളത്. സ്ട്രഗിൾസ് എപ്പോഴും നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും, എന്നാലേ നമ്മൾ എവിടെയെങ്കിലും എത്തൂ. പക്ഷെ ഇപ്പം വേറെ ചില ആൾക്കാരുടെ ഒക്കെ നോക്കും, കുറേ ആൾക്കാരെ നോക്കുമ്പോൾ 5-6 വർഷത്തേക്ക് സ്ട്രഗിൾസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുറവാണ്. 2 വർഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചത്. എന്നാലും ആ 2 വർഷം കുറച്ച് വളരെ അധികം കഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എനിക്ക് ചില തെറ്റുകളും പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ഇനിയുള്ള ആസ്പിരൻസിന് പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ഫുള്ള് കണ്ടു നോക്കണേ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറ്റിയ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ആ മിസ്റ്റേക്സ് ആണ് എന്നെ റിപ്പീറ്റിലോട്ട് നയിച്ചത്. അപ്പം ആ റിപ്പീറ്റ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്സും ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അത് ഫസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഉണ്ട്, അതായത് ഞാൻ മേമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഡ്യൂട്ടി ഉണ്ടാകുമ്പം ഞാൻ മേമയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് പോയി നിന്നിരുന്നത്. ചെറിയ കൊച്ചാകുമ്പോൾ, അതായത് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ടോ, എന്നാലും ഓരോ ഗ്ലിംസ് പോലെ അവിടെയും ഇവിടെയൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ മേമേൻ്റെ കൂടെ ഹോസ്റ്റലിൽ, മേമ നഴ്സിംഗ് പഠിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇപ്പോഴത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മേമ എന്നെ കൊണ്ടിട്ട്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളപ്പോൾ മേമ അവിടെയാണ് കൊണ്ട് കിടത്താറ്. അപ്പം എനിക്ക് ചെറിയ അന്ന് തൊട്ടേ എനിക്ക് ഈ വൈറ്റ് കോട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം LKG എത്തിയപ്പം, അന്ന് ആ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, മിക്ക പിള്ളേരും ടീച്ചേഴ്സ് ചോദിക്കും നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന്. അപ്പം മിക്ക പിള്ളേരും ആരാവണം എന്ന് ചോദിച്ചാൽ ടീച്ചർ ആവണം എന്നാണ് പറയുന്നത്. അതിനി ടീച്ചേഴ്സിനെ പ്ലീസ് ചെയ്യാനാണോ, അതോ നമ്മുടെ മുന്നിൽ നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളി കാണുന്ന ആൾക്കാർ ടീച്ചേഴ്സ് ആയിട്ടാണോ എന്താണോ അറിയില്ല, എല്ലാവരും പറയുന്നത് ടീച്ചേഴ്സ് ആവണമെന്നാണ്. പക്ഷെ അന്ന് ഞാൻ എണീറ്റിട്ട് ഞാനും എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ഫ്രണ്ടും കൂടെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം. കാരണം വൈറ്റ് കോട്ടിനോടായിരുന്നു. ആദ്യം നേഴ്സായിരുന്നു, പയ്യെ അത് എൻ്റെ വീട്ടുകാർ പറഞ്ഞ് അത് ഡോക്ടറാക്കി. അപ്പം ഞാൻ ഡോക്ടർ ആവണമെന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ വീട്ടുകാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഡോക്ടർ ആൻഡ് എൻജിനീയർ, ഇപ്പം നമ്മുടെ പാരൻസ് ഹാപ്പി ആവുന്ന, ലൈക്ക് നമ്മുടെ സൊസൈറ്റി തന്നെ ആക്ച്വലി അന്ന് ഹാപ്പി ആയിരുന്ന ഒരു 2 നല്ല കോഴ്സുകളായിരുന്നു ഈ ഡോക്ടർ ആവുന്നതും എൻജിനീയർ ആവുന്നതും. അപ്പം അങ്ങനെ പയ്യെ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് വന്നിട്ട് ചോദിക്കും. ഓരോ ഇയർ മാറുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ. പക്ഷെ എൻ്റെതെന്നും എല്ലാവരതും മാറാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിൻ്റെതും എന്നും ഡോക്ടറായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു 10th കഴിഞ്ഞ സമയത്ത് എനിക്കത് ഡോക്ടറാവണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം പഠിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇത്രത്തോളം ഹെവി ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഒരു 10th കഴിഞ്ഞപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ എന്നെ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള. അമ്മയും അച്ഛനും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഐഡിയാസൊക്കെ കൂടുതൽ അമ്മേൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട് PC തോമസിൻ്റെ അവിടെ എന്ന് പറഞ്ഞിട്ട്, എന്നെ 10th കഴിഞ്ഞപ്പോൾ തന്നെ PC തോമസിൻ്റെ അവിടെ കൊണ്ട് ചേർത്തു. എനിക്ക് എൻട്രൻസ് എഴുതിയിട്ട് വിജയഗിരി എന്ന് പറഞ്ഞ സ്കൂളിൽ കിട്ടി. അങ്ങനെ 1 മാസം ബ്രിഡ്ജ് കോഴ്സിന് ഞാൻ പഠിച്ച്, എനിക്ക് വീട്ടിൽ ഹോം സിക്കൊക്കെ ആയിരുന്നു, എന്നാലും പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പക്ഷെ വിജയഗിരി ചെന്നപ്പം എനിക്ക് അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഹോം സിക്കൊക്കെ ആയിട്ട് എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ഒരു കുറച്ച് ദിവസം നിന്നിട്ട് ഞാനത് വീട്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ മനസ്സിൽ എന്തായാലും വിചാരിച്ചു മേ ബി എന്നെക്കൊണ്ട്, അന്ന് PC തോമസിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി പോരുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്,
സ്ട്രഗിൾ ചെയ്താലേ നമ്മൾ ഡോക്ടറാവും. ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് പോകുന്നവരൊന്നും ഒരിക്കലും ഡോക്ടറാവാൻ പോകുന്നില്ല. അവർ അച്ഛനോട് പറഞ്ഞു, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, അവൾക്ക് ശ്രമിച്ച് അവൾക്ക് ഇനിയും കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു സ്കൂളിൽ ചേർത്തു. +1 +2 സാധാ പോലെ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും പഠിച്ചില്ല, എന്നാലും +1 കുറച്ച് മോശമായിരുന്നു. +2 അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. ഞാൻ രണ്ടും പഠിച്ചത് CBSE തന്നെ ആയിരുന്നു. ബോർഡ്സിനും കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് നേരെ റിജു MPSKയിൽ ക്രാഷ് കോഴ്സിന് ചേർന്നു. അപ്പം ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രിഡ്ജ് കോഴ്സും ക്രാഷ് കോഴ്സും അതിപ്പോൾ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ആക്ച്വലി വലിയ ഹെൽപ്ഫുൾ അല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ നന്നായി പഠിച്ചിട്ട് +1 +2 നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഷ് കോഴ്സൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 മാസം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ ഓരോ ലൈഫിൽ ലൈക്ക് ചെയ്ത് തീർക്കേണ്ട വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നതാണ് നല്ലത്. അല്ലാതെ ഈ ക്രാഷും ബ്രിഡ്ജും ഒന്നും അത്ര എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ആ ക്രാഷിന് പോയിട്ട് ഫസ്റ്റ് ടൈം നീറ്റ് എഴുതിയപ്പം എനിക്ക് 356 അങ്ങനെ എന്താണെന്ന് കിട്ടിയത്. പക്ഷെ അന്നൊരു 500 ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു 520 ഒക്കെ കിട്ടുകയാണെങ്കിൽ നീറ്റിന് കയറിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും 300 സംതിങ് ഒരു റിപ്പീറ്റ് എന്തായാലും ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ആ ഒരു റിപ്പീറ്റ് ഞാനത് ബ്രില്യൻറ്റ് തന്നെ ചെയ്യണമെന്ന് വാശിയുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്നും പറഞ്ഞു അച്ഛൻ പറഞ്ഞു ബ്രില്യൻ്റ് ഒന്നും വേണ്ട, അത്ര ദൂരെ പോകണ്ട, നീ ഹോം സിക്കാവും, അടുത്ത എവിടെയെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാനത് കേട്ടില്ല. ഞാൻ ബ്രില്യൻറ്റ് തന്നെ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ബ്രില്യൻറ്റിൽ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാ മൺഡേയും എക്സാം എഴുതും, വൈകിട്ട് വരുമ്പം ഡിപ്രസ്ഡ് ആയിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ എല്ലാ മൺഡേയും. ബ്രില്യൻറ്റ് പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം അത്. അത്യാവശ്യം മാർക്കുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു ആവറേജ് സ്റ്റുഡൻസിന്, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റെ കാറ്റഗറി ആട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊരു ആവറേജ് ആണ്, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. കാരണം ബ്രില്യൻറ്റിലൊക്കെ എനിക്ക് B+ കിട്ടുമായിരുന്നു, വല്ലപ്പോഴും ഒരു A അങ്ങനെയൊക്കെയാണ് കിട്ടിയിരുന്നത്. അപ്പം ഞാൻ അത്രയും എല്ലാ മൺഡേയും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് തിരിച്ചു വരും. നമ്മൾ ചില സമയത്തില്ലേ എത്ര എഫേർട്ട് എടുത്താലും അത് പുറത്ത് വരില്ലല്ലോ. പുറത്ത് നമ്മളെ എഫേർട്സിന് ചിലപ്പോൾ റിസൾട്ട് കിട്ടാതെ പോവും. എന്നാലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ എഫേർട്സ് ഇടുക അത് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. തിരിച്ച് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ നമ്മുടെ കയ്യിലില്ല. പക്ഷെ അന്ന് ബ്രില്യൻറ്റിൽ ഒരു ലാസ്റ്റിലോട്ട് എത്തിയപ്പം ഞാൻ ജസ്റ്റ് ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരുന്നൊരു സമയമാണ്. എനിക്ക് കുറച്ച് A ഒക്കെ കിട്ടാൻ തുടങ്ങി, ഞാൻ കുറച്ച് പഠിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എന്നെക്കൊണ്ട് ഒട്ടും പറ്റാതെ ഭയങ്കര എവിടെ നിന്നോ എനിക്ക് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ മനസ്സിൽ കയറി. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ ഐഡിയ നിങ്ങൾ മനസ്സിൽ കയറാതെ മാക്സിമം നോക്കണം. റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴേക്കും ഞാൻ പഠിക്കുന്നതൊക്കെ ഭയങ്കര സ്ലോ ആയി. ഞാൻ മൈൻഡിൽ ഇങ്ങനെ വിചാരിച്ചു, ഇനി റിപ്പീറ്റ് ചെയ്യാലോ, അങ്ങനെ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതൊരു വർഷം ഉണ്ടല്ലോ, ഇത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കണ്ട, അപ്പോൾ പഠിച്ച് മാക്സിമം വാങ്ങിക്കാൻ നോക്കാം. അത് വലിയൊരു മണ്ടത്തരായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു, റിപ്പീറ്റിൻ്റെ ലാസ്റ്റ് പഠിക്കുന്നത് ഭയങ്കര കുറഞ്ഞു, മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡ് ആയി. ഞാൻ എന്നാലും റിപ്പീറ്റ് ചെയ്യാന്ന് ഓർക്കുമ്പോൾ ഞാൻ ഇനി ഒരു വർഷമുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിച്ചോളാം എന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പയ്യെ കുറച്ച് ബ്രില്യൻ്റിൽ ലീവൊക്കെ എടുക്കാൻ തുടങ്ങി. എന്നാലും മാക്സിമം ഞാൻ അവസാന മാസം വരെയൊക്കെ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് എയിംസിനും ഞാൻ പോയി നിന്നിട്ടുണ്ട്. പക്ഷെ പഠിക്കുന്നതിൻ്റെ ഒരു ഇത് അങ്ങ് കുറഞ്ഞു കിട്ടി. പക്ഷെ നമ്മൾ ലാസ്റ്റിലോട്ടാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റിലോട്ടാകുമ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനം വരെ എത്തിയിട്ട് ഈ കലമടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് പറ്റിയിട്ടുള്ള കാര്യമാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ഇപ്പം ചോദിച്ചാൽ ഇപ്പം എല്ലാവരും ചോദിക്കും കിട്ടിയല്ലോ, പക്ഷെ 1 ഇയർ ഒക്കെ പോകുന്നത് ഒരു ലോസ് തന്നെയാണ്. അത് നമ്മളത് കഴിയുമ്പോഴേ മനസ്സിലാവും. പക്ഷെ കിട്ടിയോണ്ട് അത്രയും കുഴപ്പമില്ല. ഇപ്പം എനിക്ക് കിട്ടിയില്ല എന്നെങ്കിൽ എനിക്ക് എത്ര റിഗ്രറ്റ് വന്നേനെ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പം എനിക്കൊരു 400 സംതിങ് ആണ് കിട്ടിയത്. ഞാൻ ജനറലും ഇടാണ്, അപ്പം എനിക്ക് എവിടെയും കിട്ടില്ല, സെൽഫിലും കിട്ടില്ല എന്ന് ഉറപ്പായി. ലൈക്ക് ഒന്നുകൂടെ 3rd റൗണ്ടൊക്കെ നോക്കിയാൽ ചിലപ്പോൾ സെൽഫിൽ കിട്ടും എന്നുള്ള ഒരു ലെവലിൽ എത്തിയിട്ട് പോലും ഞാൻ വിചാരിച്ചു റിപ്പീറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൽ തന്നെ കയറാം. സെൽഫൊന്നും എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് സെൽഫിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ചേരാൻ നോക്കുക കേട്ടോ. പിന്നെ ഒരു റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റേസിൽ പോയി ജോയിൻ ചെയ്തു.
തുടക്കത്തിൽ ഭയങ്കര സ്പാർക്കായിരുന്നു. അപ്പോൾ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിലെ സ്പാർക്കല്ല ആവശ്യം, നമ്മൾ കറക്റ്റ് ആ ഒരു ഫുൾ കമ്മിറ്റ്മെൻറ്റോടെ നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്നത്, അത് സ്ലോ ലേണർ ആയപ്പോലും റെഗുലറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതാണ് നമുക്ക് ഈ കോഴ്സിന് വേണ്ടത്. ഇതിന് ആക്ച്വലി ഭയങ്കര ബുദ്ധിയല്ല വേണ്ടത് നീറ്റ് എഴുതി കിട്ടാൻ വേണ്ടിയിട്ട്. സ്മാർട്ട് വർക്ക് ഇല്ലേ പോലും, ഹാർഡ് വർക്ക് ആയപ്പോലും നമുക്ക് സുഖമായിട്ട് നീറ്റ് കിട്ടും. തുടക്കത്തിലില്ലേ, ഇപ്പം ഞാൻ റിപ്പീറ്റിന് ചെയ്ത പോലെ നമുക്കൊരു സ്പാർക്ക് വരും. അത് എന്ത് ചെയ്യുമ്പോഴും തുടക്കത്തിൽ ആ സ്പാർക്ക് അല്ല ആക്ച്വലി നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഒരു സ്കെഡ്യൂൾഡ് ആയിട്ട്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പഠിപ്പ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട നീറ്റ് എഴുതി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കര ടഫാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നല്ല ബുദ്ധി വേണം, സ്മാർട്ട് വർക്ക് വേണം. ആക്ച്വലി ഒരു മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ആയപ്പോലും കയറി പറ്റണമെങ്കിൽ നമുക്ക് ബുദ്ധിയൊന്നും വേണമെന്നില്ല. നമുക്ക് വേണ്ടത് ഹാർഡ് വർക്കാണ്, കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ ഇതെനിക്ക് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ, എനിക്ക് കൺസിസ്റ്റൻസി കുറച്ച് കുറവായിരുന്നു. അതെനിക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ എന്താ പറയുക, ഇത് പറയാനുള്ളൊരു അർഹത എനിക്ക് വരുന്നത്. അപ്പം റിപ്പീറ്റിന് എനിക്ക് തുടക്കത്തിലൊക്കെ നല്ലോണം പറ്റുമായിരുന്നു. ഒരു ലാസ്റ്റിലോട്ട് എത്തിയപ്പം ഭയങ്കര സ്ട്രെസ്, ലാസ്റ്റിലേക്ക് സ്ട്രെസ് അങ്ങേ അറ്റം എത്തിയെന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് BP ലോ ആവും, ടെൻഷൻ കൊണ്ട് ഗ്യാസ്ട്രൈറ്റിസ് വന്നു, പിന്നെ ഇങ്ങനെ തല കറങ്ങാൻ തുടങ്ങി, വൊമിറ്റിങ് വരുമായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് പോലും പ്രോപ്പറായി കഴിക്കാൻ പറ്റാതെ ഞാൻ നീറ്റ് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഒരു നീറ്റ് കഴിഞ്ഞ് 33 ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനൊരു ഇപ്പോഴും ഞാൻ അണ്ടർ വെയിറ്റ് ആണ്, പക്ഷെ അന്ന് ഞാൻ 33 ഒക്കെ എത്തിയെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ അണ്ടർ വെയിറ്റ് ആയിപ്പോയി. അപ്പം ഇതൊക്കെ ഒരു മെയിനായിട്ടൊരു പ്രശ്നമായിരുന്നു കേട്ടോ. എനിക്ക് നീറ്റിൻ്റെ സമയത്തൊക്കെ എനിക്ക് കുറേ കാലം എന്നിട്ട് കോവിഡായിട്ട് ഞങ്ങൾ വീട്ടിൽ വിട്ടപ്പം കുറേ കാലം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഫസ്റ്റിലൊക്കെ കുറേ പഠിച്ചുകൊണ്ട് ഞാൻ ലാസ്റ്റ് 10 ഡേയ്സാണ് പിന്നെ ഞാൻ നീറ്റിന് നോക്കിയിട്ടുള്ളത്, വെറും ലാസ്റ്റ് 10 ഡേയ്സ്. ആൻഡ് അത് ഞാൻ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്, ഒരു അർഹിന്ദ് പബ്ലിക്കേഷൻസോ, അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന്. ഇപ്പം പക്ഷെ എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പം അതിനകത്തുള്ള ഇക്വേഷൻസ് കെമിസ്ട്രിയും ഫിസിക്സും ഇത് മാത്രം നോക്കി. പിന്നെ വേദാന്തുവിൻ്റെ റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്ന്. അതും മാക്സിമം നോക്കി. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് NCERT വീണ്ടും NCERT മാത്രം ബയോളജി വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ജസ്റ്റ് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് നീറ്റിലൊരു 500, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 500 സംതിങ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നീറ്റിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ചേരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നീറ്റ്, ഇപ്പം നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും ഈ നീറ്റ് കിട്ടിക്കഴിയുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. രോമാഞ്ചം വരെ, ഇപ്പം വരെ രോമാഞ്ചം വരെ. നമുക്ക് സ്റ്റെത്ത് കയ്യിൽ കിട്ടുമ്പോൾ, ഈ കോട്ട് കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് മാത്രം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇത് അത്ര കിട്ടാത്തൊരു സാധനമൊന്നുമല്ല. ഇത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ഇന്ന് തന്നെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലെസ് മോട്ടിവേറ്റഡ് ആവുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് എടുത്തിട്ട് ഒരു മോട്ടിവേഷൻ, ഡോക്ടേഴ്സ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് കാണും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ, അത് ഭയങ്കര അടിപൊളി. എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ് എല്ലാവർക്കും കിട്ടും. കാരണം ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. എനിക്ക് മാത്സ് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റാറേയില്ലായിരുന്നു, ഫിസിക്സ് ഒന്നും പറ്റാറേയില്ലായിരുന്നു. അപ്പം നിങ്ങൾ വേഗം ബുക്ക് എടുക്കുക, ചെന്ന് പഠിക്കുക. ആൻഡ് നിങ്ങളെ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. എന്നാലേ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ശരി, ടാറ്റാ.